ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കേട്ടോ. ഇന്ന് അജിത്തിൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് അടുത്തൊരു ഭഗവതി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയി. രാവിലെ തന്നെ പോയി കേട്ടോ. തിരിച്ചു വന്നിട്ട് ഓഫീസിലൊക്കെ പോകണ്ടല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ പോയി. അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ തൊഴുത്ത് എന്താണെന്നറിയില്ല കേട്ടോ, അമ്പലത്തിലെത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. കാമാൻ കോയിട്ട് റിലാക്സാണ് മനസ്സ്. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു മനസ്സ് റിലാക്സാകും. അതെനിക്ക് മാത്രമാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന്. അത് കഴിഞ്ഞതേ നമ്മളിത് ഇവിടുത്തെ അമ്പലക്കുളം കേട്ടോ, എന്ത് രസമല്ലേ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തി. അത് കഴിഞ്ഞപ്പോഴാട്ടോ മണിക്കുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചേ. വിഷ് ചെയ്യുന്നതാണ് ഈ ഉറക്കത്തിൽ മണിക്കുട്ടി അച്ഛനെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. വലിയ മൂടൊന്നുമില്ല, പിന്നെ ഒരു ചെറിയ പിണക്കമുണ്ട്, അവളെ കൂട്ടാതെ പോയി എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞതേ നമ്മൾ പെട്ടെന്ന് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഫുഡ് കൊടുക്കാനെത്തി. എന്ത് ഇതാ കഴിക്കില്ല. പിന്നെ കുറേ നേരം വഴക്കും ചീത്തയൊക്കെ പറഞ്ഞാണ് കഴിപ്പിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ സ്നാക്ക് ബോക്സൊക്കെ ആക്കി. ഇന്ന് ഇടിയപ്പവും കടലക്കറിയായിരുന്നേ. അത് പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി ഇഷ്ടം. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കി കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി. യൂണിഫോമാണേ, അതൊക്കെ റെഡിയാക്കി. ഇത് അപ്പോഴത്തേനും 9 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാം ധൃതി പിടിച്ചുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി അവരെ പറഞ്ഞു വിട്ടു. ഇന്ന് കാറിനാണ് പോയത്. ചിരിയൊന്നും തരില്ല, ചിരിക്കാനൊക്കെ മടി കേട്ടോ, ഹായൊക്കെ പറയാൻ. പിന്നെ ഒരു ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞപ്പോഴാട്ടോ ഹായൊക്കെ തന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വന്നു, വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അത്ര